ശ്രീല പ്രഭുപാദിൻ്റെ ലീലാമൃതയെന്ന് വായിച്ചൊരു കാര്യമാണ്. 1976 ശ്രീല പ്രഭുപാദ് മായാപ്പൂരുണ്ടായിരുന്ന സമയത്ത് അപ്പോഴാണ് ഈ ഗൃഹസ്ഥരും സന്യാസിമാരും തമ്മിലുള്ള ഒരു ഏതാണ് വലുത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായത്. അത് പ്രഭുപാദ് വളരെ ഭംഗിയായിട്ടത് എല്ലാവരും ആരാണോ ഭഗവാന്റെ തത്വം അറിയുന്ന അവര് ഭക്തിയുള്ളവരായിട്ട് കരുതും. അതിനകത്ത് സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രഭുപാദ് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗൗരപൂർണിമ നടന്നത്. അപ്പോൾ GBC മീറ്റിംഗ് എപ്പോഴും ഗൗരപൂർണിമയ്ക്ക് മുമ്പാണ്, അതിന് ശേഷമാണ് ഗൗരപൂർണിമ നടക്കുന്നത്. 76 അന്ന് എല്ലാ ഡിവോട്ടീസും ഗംഗയിൽ പോയി കുളിച്ചു. ഡിവോട്ടീസ് എല്ലാവരും കൂടെ, സന്യാസിമാരും ഗൃഹസ്ഥരും എല്ലാവരും കുളിച്ചു. എന്നിട്ട് അവിടെ വന്നു, രാധാമാധവ ടെമ്പിളിൽ വന്നു. എന്നിട്ട് പ്രഭുപാദ് ക്ലാസ് എടുത്തു, ഗൗരപൂർണിമ ക്ലാസ് എടുത്തു. അന്നത്തെ ക്ലാസ് പ്രഭുപാദ് എടുത്തത് പ്രഹ്ലാദ് മഹാരാജിന്റെ ലീല വെച്ചിട്ടാണ് എടുത്തത്, 7ാം സ്കന്ധത്തിൽ നിന്ന്. അപ്പം അതിനകത്ത് പ്രഭുപാദ് പറഞ്ഞത്, പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത് ഭഗവാൻ എന്ന് വെച്ചാൽ ത്രിയുഗി എന്നാണ്, 3 യുഗത്തിൽ മാത്രം വരുന്ന ആള എന്നാണ്. അപ്പോൾ അത് പ്രഭുപാദ് എങ്ങനെയാണെന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്തു. കൃഷ്ണൻ ദ്വാപരയുഗത്തിൽ വന്നിട്ട് കൃഷ്ണൻ പറയാണ് എല്ലാവരും എൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യണം, എല്ലാവരും എൻ്റെ അടുത്ത് ശരണാഗതി എടുക്കണം എന്ന് കൃഷ്ണൻ പറയും. പക്ഷേ ആൾക്കാർ സ്വാഭാവികമായിട്ട് വിചാരിക്കും ഇതാരാണ് ഇങ്ങനെ വന്ന്. ഭഗവാൻ അത് പറയാനുള്ള അധികാരമുണ്ട്. എല്ലാവരും ഭഗവാന്റെ അടുത്ത് സ്വാഭാവികമായിട്ട് ശരണാഗതി എടുക്കണം, അതുകൊണ്ട് ഭഗവാന് പറയാനുള്ള അധികാരമുണ്ട്. പക്ഷെ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഇതാളെ പുതിയൊരാൾ വന്നിട്ട് അയാളുടെ അടുത്ത് സറണ്ടർ ചെയ്യണം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. അപ്പം അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം ഭഗവാനായിട്ട് സ്വയം വെളിവാക്കുന്നില്ല, പകരം ഭഗവാന്റെ ഒരു ഭക്തനായിട്ടാണ് വെളിവാക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എങ്ങനെ സറണ്ടർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നു. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന് ചന്നാവതാരം, ഹിഡൻ ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഭഗവാനാണെന്ന് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡിവോട്ടീസിന് മാത്രമേ ആ സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് സറണ്ടർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പ്രഭുപാദ് അതിനകത്ത് പറയുന്നുണ്ട്. എങ്ങനെയാണ് സറണ്ടർ അത് പറയുന്നത്, കൃഷ്ണന്റെ തത്വം മനസ്സിലാക്കിയവർ ഗുരുവാകുക, ഗുരുവായിട്ട് ബാക്കിയുള്ളവർക്ക് ആ തത്വം പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യമാണ് പ്രഭുപാദ് പറഞ്ഞത്. എന്നിട്ട് പ്രഭുപാദ് പിന്നെ ആ നേരത്തെയുള്ള കോൺട്രവേഴ്സി ഒന്നും കൂടെ എല്ലാവർക്കും മാറ്റാൻ വേണ്ടി പറഞ്ഞു, ആർക്കാണോ കൃഷ്ണന്റെ തത്വം അറിയുന്നത് അവർക്ക് ഗുരുവായിട്ട് മാറാനായിട്ട് പറ്റും. അതിനകത്ത് ഭേദചിന്തകളൊന്നും ആവശ്യമില്ല എന്നുള്ള കാര്യം. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ ആ നാഹം വിപ്രോ നാച നരപതി, ഞാൻ ബ്രാഹ്മണനോ വൈശ്യനോ ശൂദ്രനോ ഗൃഹസ്ഥനോ സന്യാസിയോ വാനപ്രസ്ഥനോ അല്ല, ഞാൻ ഭഗവാന്റെ നിത്യദാസനാണ് എന്നുള്ള കാര്യം പറഞ്ഞു, ശ്രീല പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു ആർക്കൊക്കെ കൃഷ്ണന്റെ തത്വം മനസ്സിലാക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ഗുരുവായിട്ട് വർത്തിക്കാനായിട്ട് പറ്റും. അതിനകത്ത് അപ്പോൾ ആ രീതിയിലാണ് അങ്ങനെ ചെയ്യുന്നത്. അതാണ് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യാനുള്ള വഴി എന്നാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു എങ്ങനെ സറണ്ടർ ചെയ്യണം എന്ന് പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു ഒന്ന് കാണിച്ചു തന്നു, കൃഷ്ണന്റെ തത്വം മനസ്സിലാക്കി അത് ബാക്കിയുള്ളവർക്ക് പ്രചരിപ്പിച്ചു കൊടുക്കുക. ഇതാണ് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇൻസിഡന്റും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് സത്സ്വരൂപ മഹാരാജ് തന്റെ സാക്ഷാത്കാരം പറയുകയാണ്. അന്ന് എല്ലാവരും ഏകദേശം 1 ലക്ഷം ഡിവോട്ടീസ് പബ്ലിഷ് ചെയ്തതുകൊണ്ട് ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാർ അന്ന് ഗൗരപൂർണിമയ്ക്ക് വന്നു. ആ സമയത്ത് അത് വലിയൊരിതാണ്, 1 ലക്ഷത്തോളം ആൾക്കാർ വന്നു. പക്ഷെ സത്സ്വരൂപ മഹാരാജ് പറയുന്നത് എല്ലാവരും ഇത്രയും ആൾക്കാർ കൂടിയാലും ആരും ഒരാളെ പിടിച്ചു തള്ളി മുന്നോട്ട് വരികയോ അല്ലെങ്കിൽ അതിനുവേണ്ടി തള്ളി മാറ്റുകയോ ഇടിച്ചു കയറുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് സത്സ്വരൂപ മഹാരാജ് പറയുന്നു. അപ്പോൾ അതിന് സത്സ്വരൂപ മഹാരാജ് തന്റെ സാക്ഷാത്കാരം പറയുന്നത് ഒരു ഭക്തന്റെ യഥാർത്ഥ ഡിവോഷൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മറ്റുള്ളവരുടെ ഡിവോഷനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് എന്നുള്ള കാര്യം പറഞ്ഞു. Prabhupada ki jai, Gurudev ki jai.